സാർ, ഈ ദിവ്യ സയ്യർ പലപ്പോഴും ഈ CPM നേതാക്കളെ പുകഴ്ത്തുക, മുഖ്യമന്ത്രി പിണറായി വിജയനെ അടക്കം പലതവണ പുകഴ്ത്തിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൂടാതെ ഇപ്പോൾ KK രാഗേഷിനെ അടക്കം പുകഴ്ത്തുന്ന ഒരു സംവിധാനം, തൻ്റെ കുടുംബത്തിലുള്ളവരെ പുകഴ്ത്തിയെന്നാണ് ദിവ്യ പറയുന്നത്. പലപ്പോഴും ഉദ്യോഗസ്ഥനും രാഷ്ട്രീയക്കാരും തമ്മിൽ സൗഹൃദങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് ദിവ്യയുടേത് വലിയ വാർത്തയാകുന്നത് കാർത്തികേയൻ്റെ മരുമകളാണ്, ഒപ്പം ശബരിനാഥിൻ്റെ ഭാര്യ കൂടിയാണ്. സ്വാഭാവികമായി അത് ഏറ്റെടുക്കുക തന്നെ ചെയ്യും. അതിനെക്കുറിച്ച് എന്താണ് സാറിൻ്റെ അഭിപ്രായം? അത് ഒരാളെക്കുറിച്ച് രണ്ട് നല്ല വാക്ക് പറഞ്ഞു, പക്ഷേ അത് KK രാജേഷിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അദ്ദേഹം CPMൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ട് പോകുന്നു. അപ്പോൾ അദ്ദേഹം വ്യക്തമായിട്ടൊരു പൊളിറ്റിക്കൽ ഫിഗറാണ്. പക്ഷേ ഈ അവരൊന്നിച്ചിരുന്ന് വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഇങ്ങനെ ഈ KKR എന്താണ് കർണൻ്റെ കവചത്തേക്കാൾ എന്താണ് വളരെ സുരക്ഷിതമായ കവചം എന്നൊക്കെ ഉള്ളത്. ഈ ദിവ്യയുടെ ഒരു പൊതു സ്വഭാവം നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലും നമ്മളല്ലാതെ കാണുമ്പോൾ അവരൊരു മീഡിയോക്കർ, ഒരു ശരാശരി ലെവൽ പ്രതികരിക്കുന്ന വ്യക്തിയല്ല. അവർ വളരെ ഓണസ്റ്റായിട്ട് ഈ പറഞ്ഞ പോലെ ഇച്ചിരി എക്സ്ട്രീം ലെവലിൽ അവർ അവരുടെ ചിരി തന്നെ നോക്കിയാൽ അറിയാം. അവർ ചിരിക്കുന്നതിനകത്ത് അവർക്ക് പിശുക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഗതിയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞത് ഇത്രയൊക്കെ അവരൊരു പ്രസ്താവന നടത്തി. ശരിയാണ്, കോൺഗ്രസ്സുകാർക്ക് ചിലപ്പോൾ അത് സ്വീകാര്യമായി തോന്നത്തില്ല. താങ്കൾ പറഞ്ഞതുപോലെ ഈ ശബരിനാഥിൻ്റെ ഭാര്യ, അപ്പോൾ അത് കണക്ട് ചെയ്ത് നോക്കും. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഞാൻ പറയുന്നത് കേരള സമൂഹത്തിൽ കുറച്ചും കൂടെ ഒക്കെ ഈ നമ്മളങ്ങ് വല്ലാണ്ട് സീരിയസ് ആവുന്നു. അപ്പോൾ കുറച്ചും കൂടെ ഒക്കെ ഒരു ലൈറ്റർ ടോണിൽ എടുത്തു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഈ ദിവ്യ സയ്യർ പറഞ്ഞത് നോക്കിക്കഴിഞ്ഞാൽ CPMനിട്ട് നല്ല കൊട്ടല്ലേ കൊടുത്തേക്കും. കാര്യം കർണനുമായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്. കർണൻ എന്ന് പറയുന്നത് കൗരവപക്ഷത്തുണ്ടായിരുന്ന അധർമ്മത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്ന വ്യക്തിയാണ് കർണൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ ഉദ്ഘാടന സമയത്ത് ഇപ്പം അത് ഈ സോഷ്യൽ മാധ്യമങ്ങളിലൊക്കെ വല്ലാണ്ട് കിടന്ന് ഓടുന്നുണ്ട്. അതായത് ഇതുവരെ കടലാസുകളിലായിരുന്ന പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഇച്ഛാശക്തി മൂലം ഇതിപ്പം അത് പഴയ കഥയായി ഇപ്പം നടപ്പിലാവുന്നു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദിവ്യ CPMനിട്ട് കൊടുത്ത ഏറ്റവും വലിയ അടിയാണത്. അത് നമ്മൾ ഈ ഗൗരവത്തെ നിൽക്കുമ്പോൾ അത് മനസ്സിലാവത്തില്ല. ആ സമയത്ത് ഒരു ലൈറ്റർ ടോണിൽ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. കാരണം ഇതുവരെ കേരളത്തിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ ഒരു പദ്ധതി കൊണ്ടുവരുന്നു. അതിനാരായിരിക്കും എതിരെ നിൽക്കുന്നത്? പിണറായി വിജയൻ, CPM ആയിരിക്കും അല്ലേ? ഇവിടെ കേരളത്തിൽ UDF ഗവൺമെന്റ് ഏതെല്ലാം പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ടോ അതിനെയൊക്കെ കടലാസിൽ ഒതുക്കി നിർത്തിയത് CPM ആണ്. ഇവിടെ ഇപ്പൊ ഇവർ പറഞ്ഞേക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇച്ഛാശക്തി, അല്ലാതെ CPMന്റെ ഇച്ഛാശക്തിയോ അല്ലെങ്കിൽ CPM അധികാരത്തിൽ വന്നത് കൊണ്ട് ഇത് നടന്നു എന്നല്ല പറഞ്ഞല്ല. അപ്പൊ CPM പോലും ഈ പിണറായി വിജയന്റെ പിടിയിലാണ്. CPM മാത്രമല്ല, MA ബേബി പോലും. അപ്പം ഈ ആ രാഷ്ട്രീയ പ്രസ്ഥാനം പിണറായി വിജയന്റെ പിടിയിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്ക് യാതൊരു സ്വാധീനവുമില്ല, പിണറായി വിജയനാണ് സ്വാധീനം. അതുകൊണ്ട് ഈ പദ്ധതികളൊക്കെ വൻകിട പദ്ധതികളൊക്കെ നടപ്പിലാവുന്നു. അതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് CPMനെതിരെയുള്ള ഒരു പരോക്ഷ പ്രസ്താവനയല്ലേ. അപ്പോൾ ആ രീതിയിൽ ഇത് ഞാൻ പറഞ്ഞ ഇത്രയും വലിയ ഗൗരവത്തിൽ കാര്യങ്ങൾ എടുക്കുമ്പോഴാണ് നമുക്ക് ഈ കിട്ടുന്ന അവസരങ്ങൾ പോലും ഉപയോഗിക്കാൻ പറ്റാത്തത്. ഈ ഒരു രീതി ആലോചിച്ചാൽ അവർ പറഞ്ഞ ശരിയല്ലേ, കേരളത്തിൻ്റെ ഇപ്പം ആദ്യമായിട്ടാണ് ഇത്രയും വിഴിഞ്ഞം പോലെ വളരെ നല്ലൊരു പദ്ധതി. ഓഫ് കോഴ്സ് അത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ്, ഉമ്മൻചാണ്ടിയുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി കൊണ്ട് തന്നെയാണ് അതിൻ്റെ തുടക്കം കുറിച്ചത്. അന്ന് തന്നെ അദ്ദേഹം വളരെയധികം ആരോപണങ്ങളും ഈ അദാനിയെ വിളിക്കുന്നതിൻ്റെ പേരിലൊക്കെയുള്ള ഒരുപാട് ആരോപണങ്ങൾ നേരിട്ടിരുന്നു. എങ്കിൽ പോലും നമ്മളൊന്ന് അന്നും ഈ എതിർപ്പ് നേരിട്ട് എവിടെ നിന്നാണ്? CPMന്റെ ഭാഗത്ത് അല്ലേ? അപ്പൊ അത് വളരെ അപ്പൊ ആ രീതിയിലേക്ക് ഇതിനെ ഒന്ന് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ നറേറ്റീവ് മാറുകയും യഥാർത്ഥത്തിൽ ഈ പറഞ്ഞതുപോലെ ശബരിനാഥിന് വേണ്ടി അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പരോക്ഷമായിട്ട് ദിവ്യ അയ്യർ ഇങ്ങനെ പറയുകയാണെന്ന് വേണമെങ്കിൽ ഒരു നറേറ്റീവിലേക്ക് കൊണ്ടുപോകാം. മാത്രമല്ല ഇത്ര ഒരു പ്രസ്താവന നടത്തിയതിന് ഈ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് എന്തെല്ലാം കോളിളക്കങ്ങളുണ്ടായി. അതും പ്രായം ചെന്ന നേതാക്കന്മാർ പോലും. ഇപ്പം VM സുധീരൻ, വിജയ കുര്യൻ പറഞ്ഞിരിക്കുന്നത് ദിവ്യ സാറിനെ രൂക്ഷമായി വിമർശിക്കുകയാണ്. അതായത് ദിവ്യ പൊതുവിടത്തിൽ അഭിപ്രായം പറഞ്ഞു, അതിനെ വിമർശിക്കാൻ അവകാശമുണ്ട്. കുടുംബത്തിലെ ഒരംഗത്തെ പുകഴ്ത്തിയെന്നാണ് ദിവ്യ പറയുന്നത്. ഭരണവർഗം മാത്രമാണോ കുടുംബം, ബാക്കിയുള്ളവരൊക്കെ കുടുംബത്തിന് പുറത്താണോ? വികലമായ കാഴ്ചപ്പാടാണിതെന്നാണ്
വിജയ കുര്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒരു ഉദ്യോഗസ്ഥയെ സംബന്ധിച്ചിട്ട് ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നവരുടെ കുടുംബമല്ലേ? ദിവ്യക്ക് സൈക്കോ ഫാൻസിയാണ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അവർ ഭരിക്കുന്ന പാർട്ടിയുടെ ആളായി മുദ്രകുത്തും. അതെ, ഈ പറഞ്ഞ പോലെ എന്താ പറയുക, മറ്റേ ഈ എന്താ പറയാ പാണൻ പാട്ട് പാടുന്നു പറയുമല്ലോ എന്ന് പറഞ്ഞുള്ള ഒരു അവസ്ഥ. അത് അവർ വളരെ ഓപ്പണായിട്ട് പറയുന്നു. ഒരുപക്ഷെ അവരുടെ സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഒരു വിമർശനം നേരിടുന്നുണ്ടാവും. കാരണം ഈ ദിവ്യ അയ്യർ എന്ന് പറയുന്ന വ്യക്തി അവര് സബ് കളക്ടർ ആയിരുന്ന നാൾ മുതൽ അവരുടെ ഒരു പെരുമാറ്റ രീതി ഉണ്ടായിരുന്നു. ഇപ്പൊ കോട്ടയത്തൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്തും ഈ നൃത്തം ചെയ്തുകൊണ്ട് ഓരോ പരിപാടികൾ അവതരിപ്പിക്കുക, പാട്ടുപാടി അവതരിപ്പിക്കുക, കുഞ്ഞിനെ കൊണ്ടുവന്ന് അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പിന്നെ പാട്ട് പാടുക, അങ്ങനെ ഒരു സാധാരണ ഒരു സിവിൽ സർവീസിലുള്ള ഒരു ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പെരുമാറുന്ന ഒരു സ്ത്രീയാണ് അവര്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞതുപോലെ ഈ അതിഭാവുകത്വത്തിലോ അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ അവരുമായിട്ടുള്ള സൗഹൃദത്തിന്റെ പശ്ചാത്തലത്തിലോ ഒക്കെ ഇത് പറയുന്നതായിരിക്കും. പക്ഷെ ഞാനൊരു കാര്യം സൂചിപ്പിക്കുകയാണ്. അതായത് ഇപ്പോൾ ശബരിനാഥന് പകരം ഒരു CPM നേതാവിൻ്റെ ഭാര്യയും ഒപ്പം ഭരിക്കുന്നത് കോൺഗ്രസും ആവുന്നൊരു സമയത്ത് ദിവ്യ സേർ ഇതുപോലെ പറഞ്ഞിരുന്നെങ്കിൽ ഇതിന്റെ 100 ഇരട്ടി കോലാഹലം ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. അവിടെയാണ് ഈ കോൺഗ്രസ്സുകാർ മനസ്സിലാവും. അവിടെയാണ് ഈ കോൺഗ്രസിന് അകത്തുള്ള ഒരു കുറച്ചൊരു ബുദ്ധി വേണമെന്ന് പറയുന്നത്. അവരുടെ ബുദ്ധി വളരെ പരിമിതമാകും. ഇത് ഈ ഇപ്പം ബിനു ചോദിച്ച ചോദ്യം ഈ കോൺഗ്രസ്സുകാർക്ക് ചോദിക്കാവുന്നതായിരുന്നു. കാരണം അതിലൂടെ കോൺഗ്രസിന്റെ ഒരു കൾച്ചർ പുറത്തു വരികയാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞു പുരുഷാധിപത്യം കൊണ്ടാണ് ഈ ദിവ്യ അയ്യരുടെ ഈ ഒരു കുറിപ്പിൽ ഈ പുകഴ്ത്തലില് കോൺഗ്രസ്സുകാർ ഇത്രയും വലിയ ഈ ബഹളം കാണിക്കുന്നത്. അപ്പൊ അവർക്ക് ഈ ചോദ്യം തിരിച്ചു ചോദിക്കാവുന്നില്ല. CPM-ന്റെ നേതാവിന്റെ ഒരു ഭാര്യയായിരുന്നെങ്കിൽ ഇങ്ങനെ പറയാൻ തയ്യാറാകുമായിരുന്നു. അപ്പൊ ഇത് കോൺഗ്രസും CPM തമ്മിലുള്ള വ്യത്യാസമാണ്. ആ ഒരു രണ്ട് പാർട്ടിയിലുള്ള സ്വാതന്ത്ര്യത്തിന്റെ ആ തോതാണ് ഇത് കാണിക്കുന്നത്. അത് മാത്രമല്ല, ഈ CPM-ലുള്ള ഒരു നേതാവിന്റെ ഭാര്യ ഇങ്ങനെ പറയില്ല എന്ന് പറഞ്ഞാൽ അവിടെയാണ് പുരുഷാധിപത്യം വരുന്നത്. ഇത് സ്വാതന്ത്ര്യത്തിന്റെ ഒരു സ്വഭാവമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് പുരോഗമനം പറയാവുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഇത്ര വലിയൊരു സംഭവമാക്കി മാറ്റേണ്ട ആവശ്യത്തിനകത്തില്ല. അത് എത്ര സമയമാണ് നമ്മൾ വെറുതെ പഴയകളെന്ന്, അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഈ ശബരിനാഥനെ കുറിച്ച് പറഞ്ഞത് ഇത് അവരുടെ അഭിപ്രായം പറയാൻ അധികാരമുണ്ട്, പക്ഷേ അവധാനതയോടുകൂടി പറയേണ്ടതായിരുന്നു എന്നുള്ള രീതിയിലാണ്. അതിനകത്ത് അദ്ദേഹം ഒരു ഗതികെട്ട അവസ്ഥയിലല്ലേ. കാരണം സ്വന്തം ഭാര്യയാണ്. ഒരു പരിധിക്കപ്പുറം അവരെ വ്യക്തിപരമായിട്ട് വിഷമിപ്പിക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ തന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തള്ളി പറയാൻ പാടില്ല. ഇത് അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയമായ ഒരു നിലപാടിൽ നിന്നുകൊണ്ടും ഒരു ഭർത്താവ് എന്ന നിലയിൽ നിന്നുകൊണ്ടും മാത്രമേ ശബരിനാഥന് അതിൽ കൂടുതൽ പറയാൻ പറ്റില്ല. അയാൾ അത്രയും പറയുകയും ചെയ്തു. അതെ, ശബരിനാഥനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കോൺഗ്രസിൽ കാർത്തികേയനൊക്കെ ഉണ്ടാക്കിയൊരു സ്ഥാനമുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ സ്വന്തം മണ്ഡലം പോലും സംരക്ഷിക്കാൻ ശബരിനാഥന് കഴിഞ്ഞില്ല. അത് മാത്രമല്ല, ഇപ്പോൾ വലിയ പിന്തുണയുമില്ല. അത്തരത്തിലൊരു അവസ്ഥയിലൂടെ കടന്നു പോകണം. അപ്പോഴാണ് ഈ ഭാര്യയും ഇത്തരത്തിൽ CPM പുകഴ്ത്തലുമായി ഒരു രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിലാണ് യുവ നേതാക്കൾ വളർന്നു വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ആ സമയത്താണ് ശബരിനാഥന് ഇത്തരത്തിലൊരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. അല്ല, അത് ഞാൻ പറഞ്ഞു ഇതൊരു വലിയൊരു അവസ്ഥയായിട്ട് കാണേണ്ട ആവശ്യമുണ്ടെന്ന്. ഇതിനെ ഞാൻ പറഞ്ഞു ഇത്ര വലിയൊരു ഭൂകമ്പം ഉണ്ടാക്കേണ്ട ഒരു ആവശ്യത്തിനകത്തില്ല. പിന്നെ സ്വാഭാവികമായിട്ടും ഇപ്പം നമ്മളിപ്പം പ്രശാന്ത് IAS പ്രശാന്ത് അദ്ദേഹം പ്രത്യേകം ഒരു നിലപാടെടുത്തത് ഇതുവരെ നമുക്ക് പരിചയമില്ലാത്തൊരു നിലപാടാണ്, അല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പൊ അവിടെ ഇതേപോലെ ദിവ്യ അയ്യരും ഒരു പുതിയ നിലപാട് എടുത്തിരിക്കുന്നു. അത് ശരിയോ തെറ്റോ രണ്ടായാലും ഈ പറഞ്ഞതുപോലെ ഒരു പക്ഷേ അവർക്ക് ചിലപ്പോൾ ഒരു മുഖ്യമന്ത്രിയുടെ പ്രീതി പിടിച്ചു പറ്റാനോ ഒക്കെ ആയിരിക്കാം. അത് നമുക്ക് പറയാൻ പറ്റില്ല. അതിനപ്പുറത്തെ ഇപ്പൊ അതിൽ കൂടുതൽ ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഇത്രയും കൂടുതൽ ചർച്ച ചെയ്യാനുള്ള വിഷയം എന്താ? ഒന്നുകിൽ അവർ മുഖ്യമന്ത്രിയുടെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടി പറഞ്ഞു. അതിന്റെ പ്രസ്താവനകൾ ധാരാളം വന്നു. അവർ പറഞ്ഞു അവരുടെ ഒരു സ്വഭാവത്തിന്റെ ഭാഗമാണ്. അത് ഒരു പരിധിവരെ നമുക്ക് നിഷേധിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇത് ഈ രീതിയിൽ അങ്ങോട്ട് വിടേണ്ട ഒരു ആവശ്യമേ ഉള്ളൂ. ഇതിന്റെ പിന്നാലെ പോകുന്നത് ഏതോ ഒരു, എനിക്ക് തോന്നുന്നത് കേരളത്തിന്റെ ഒരു പൊതു മാനസികാവസ്ഥയുടെ ഒരു പ്രശ്നം കൊണ്ടാണ്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, കുറച്ചുകൂടെ ഈ ബലം പിടിച്ച് എല്ലാത്തിനെയും നമ്മളിങ്ങനെ ഒരു ആക്രമിക്കാൻ നിൽക്കുന്ന ഭാവം വിട്ടിട്ട് ലേശം ഒന്നൊരു ഫ്ലെക്സിബിളായി എല്ലാത്തിനും ഒരു ചിരിയോടൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് തന്നെ ഈ പറഞ്ഞ കോൺഗ്രസിന് ഗംഭീരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് പ്രസ്ഥാനങ്ങളാണ് നടത്തിയത്. തീർച്ചയായിട്ടും, അല്ലേ? അതെ. പ്രത്യേകിച്ച് ഈ ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ ഈ പറഞ്ഞതുപോലെ ഒരു പ്രസ്താവനകൾ ഇറക്കുമ്പോൾ അത് കേരളീയ പൊതുസമൂഹം അത് ആ ഒരു അർത്ഥത്തിൽ അതിനെ ഉറ്റുനോക്കാറുണ്ട്.
തീർച്ചയായിട്ടും. മാത്രമല്ല ഈ ആ. ദിവ്യയുടെ ഒരു പബ്ലിക് ഫിഗർ ആയിട്ടുണ്ട്. അവർ തീർച്ചയായിട്ടും. സാമൂഹ്യ മാധ്യമത്തിലൊക്കെ അതെ. എപ്പോഴും സജീവമാണ്. ഉം, ഉം, ഇപ്പൊ അതിനകത്ത് ഇപ്പം നവീൻ ബാബുവിന്റെ മരണം ഉണ്ടായ ഉം, സമയത്ത് അവിടെ അവരുടെ കൂടെ വർക്ക് ചെയ്ത് ഉം. പത്തനംതിട്ട കളക്ടർ ആയിരുന്നപ്പം നവീൻ ബാബു ദിവ്യയുടെ കൂടെ വർക്ക് വർക്ക് ചെയ്തത്. ചെയ്തിട്ടില്ല. അതെ. അവിടെ നവീൻ ബാബുവിന്റെ വീട്ടിൽ പോയി പരസ്യമായിട്ട് പൊട്ടിക്കരഞ്ഞു. ആ, അതെ, അതെ. അത് പറയുകയും ആ, ചെയ്തു. നവീൻ ബാബുവിനെ കുറിച്ച് പറയുകയൊക്കെ ഉണ്ട്. പറയുകയൊക്കെ ഉണ്ടായി. അപ്പൊ അത്തരത്തിലൊരു വ്യക്തിത്വമാണ്. ഉം. പിന്നെ ആ, അതിനെ ആ ഒരു രീതിയിൽ കാണുക കാണേണ്ട കാര്യമുള്ളൂ. അത്രേ ഉള്ളൂ.